നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എക്സാമിന് വേണ്ടി ഒരു നല്ല ഗൂഗിൾ ഫോം തയ്യാറാക്കുന്നത് എന്നതിനെ പറ്റിയാണ്. അതിനായിട്ട് നമ്മൾ ക്രോമ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ഓപ്പൺ ആക്കുക. എന്നിട്ട് ഗൂഗിൾ ഫോംസ് എന്ന് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഗൂഗിളുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വരും. അതിൽ ഗൂഗിൾ ഫോം ഫ്രീ ഓൺലൈൻ സർവേ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പേജിൽ ഗോ ടു ഗൂഗിൾ ഫോം എന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോ ഗോ ടു ഗൂഗിൾ ഫോം എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം അത് പോയിട്ടുള്ളത് എന്റെ മെയിലുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. അതില് ഞാൻ ഓൾറെഡി ഇവിടെ 2 ഗൂഗിൾ ഫോം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പുതിയ ഗൂഗിൾ ഫോം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് എ ന്യൂ ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബ്ലാങ്ക് പേജ് അവിടെ കാണാൻ സാധ്യമാകും. ഇങ്ങനൊരു ബ്ലാങ്ക് പേജ് ആയിരിക്കും നമുക്ക് കാണാം. ഇവിടെ നമുക്ക് അതിന്റെ ഹെഡിങ് എന്ത് വേണം എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സ്കൂൾ കാലിക്കറ്റ് എന്ന് അടിച്ചു. അതുപോലെ തന്നെ ഈ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഗൂഗിൾ ഫോം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓൺലൈൻ എക്സാമിനേഷൻ മാത്സ്. നമ്മൾ ഒരു ഈ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗൂഗിൾ ഫോം എന്നുള്ളതിന് ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ നമുക്കിവിടെ സെറ്റിംഗ്സിൽ പോകാം. സെറ്റിംഗ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് കളക്ട് ഇമെയിൽ അഡ്രസ്, റെസ്പോണ്ട് റെസിപ്റ്റ്, ഇഫ് റെസ്പോണ്ട് റിക്വസ്റ്റ് ഇറ്റ് ഓൾവേസ്. ഇത് കളക്ട് ഇമെയിൽ എന്ന് നമ്മൾ ഒഴിവാക്കിയിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാല് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ കൊടുക്കാതെ തന്നെ അയക്കാൻ പറ്റും. പക്ഷെ അപ്പം ഒരു പ്രശ്നം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ സ്കോർ എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികൾക്ക് അത് കാണാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഈ സ്കോർ തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ തിരിച്ചയക്കാനോ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ട് കളക്ട് ഇമെയിൽ അഡ്രസ് എന്നൊരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് റെസ്പോൺസ് റെസിപ്റ്റും ഓൺ ആക്കിയിടുക. എന്നിട്ട് സേവ് അടിക്കുക. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചയക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഇത് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് ഒറ്റ ക്ലിക്കിൽ തന്നെ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളുടെ റെസ്പോണ്ട് ഒറ്റയടിക്ക് നമുക്ക് സെൻഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇവിടെ ക്വിസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ക്വിസസ് നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കി ഇടാം. ഓപ്പൺ ആക്കി ഇട്ട് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ നമുക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ മാർക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് മിസ്സായ ക്വസ്റ്റ്യൻ, ഈ മിസ്സായ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിന്റെ കറക്റ്റ് ആൻസർ കാണാം, അതിന്റെ പോയിന്റ് എത്ര കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം കുട്ടികൾക്ക് കാണാൻ പറ്റും. അതുപോലെ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ് അത് ഓൾറെഡി ഓൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് അതിന്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒന്നിലധികം പ്രാവശ്യം, അതായത് തുടരെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാം, അത് ഓഫ് ആക്കി ഇടുക. ഇവിടെ കൺഫർമേഷൻ മെസ്സേജ് എല്ലാം കഴിഞ്ഞു, കുട്ടികളുടെ സബ്മിറ്റ് ചെയ്തതിനു ശേഷം കൺഫേം ആയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ അവിടെ എന്ത് ചെയ്യാം, കൺഗ്രാജുലേഷൻ നമ്മൾ എന്ത് ചെയ്ത് അവിടെ കൊടുത്ത് ഇത് സേവ് അടിക്കുക. ഇനി നമ്മള് കുട്ടികളുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടത് നെയിം, ക്ലാസ്, അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ, ഡേറ്റ്. ഇതാണ് നമുക്ക് വേണ്ടത് മെയിൻ കാര്യങ്ങൾ.
കാരണം പേര് നമുക്ക് മാർക്ക് ലിസ്റ്റ് റെഡിയാക്കാൻ നേരത്ത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ക്ലാസ്, അത് ഒരു എക്സാമിന്റെ ഒരു ഫോർമാറ്റിൽ ക്ലാസ് നമ്മൾ എഴുതും. അതുപോലെ ഡേറ്റ്, എന്നാണ് എക്സാം നടത്തിയതിന്റെ ഡേറ്റ്, അതുപോലെ തന്നെ കുട്ടികളുടെ വാട്സപ്പ് നമ്പർ, നമുക്ക് മേ ബി കുട്ടികളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അത് നമ്മൾ സാധാരണഗതിയിൽ ഉൾപ്പെടുത്തും. അപ്പൊ നമ്മളിവിടെ നെയിം എന്നടിക്കുകയാണ്. നെയിം എന്നടിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഏത് മോഡലാണ് നെയിം വേണ്ടത്, മൾട്ടിപ്പിൾ ചോയ്സ്, പാരഗ്രാഫ്, ചെക്ക് ബോക്സ്, ഡ്രോപ്പ് ഡൗൺ, ഫയൽ അപ്ലോഡ്, ലീനിയർ സ്കെയിൽ, മൾട്ടിപ്പിൾ ചോയ്സ് എല്ലാം നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഷോർട്ട് ആൻസർ ആണ്. കാരണം കുട്ടികളുടെ പേര് ഇപ്പോ ഉദാഹരണത്തിന് മുഹമ്മദ് അമാൻ എന്നൊക്കെയാണെങ്കിൽ 2 വാക്ക് ഉണ്ടാവും. അപ്പൊ ഷോർട്ട് ആൻസർ ആയിട്ട് മതി നമുക്ക്. അതിനെന്ത് ചെയ്യാം, ഇവിടെ റിക്വയർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ, ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത, ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ പേര് എഴുതാതെ ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ റിക്വയർഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കുട്ടികൾ എന്ത് ചെയ്യണം, ഈ പേര് എഴുതിയാൽ മാത്രമാണ് കുട്ടികൾക്ക് അവിടെ സബ്മിഷൻ അടിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മൾ അടുത്ത ഫില്ല് ചെയ്യാണ് ക്ലാസ്. ക്ലാസ്സും കുട്ടികൾക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഷോർട്ട് ആൻസർ ടൈപ്പ് ആക്കുക, റിക്വയർഡ് ഓൺ ആണെന്ന് ചെക്ക് ചെയ്യാം. മൂന്നാമത്തത് നമ്മൾ വാട്സപ്പ് നമ്പർ. അത് ഓരോ ടീച്ചറിനും കളക്ട് ചെയ്യേണ്ട ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, അത് നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. അതും നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ് കൊടുക്കുന്നത്. അതും റിക്വയർഡ് ആണോ എന്ന് നോക്കണം. ഇനി നാലാമത് നമ്മൾ ഡേറ്റ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നിട്ട് ഷോർട്ട് ആൻസറോ പാരഗ്രാഫോ മൾട്ടിപ്പിൾ ചോയ്സോ അങ്ങനെ എന്തെങ്കിലും കിടക്കണം, നമ്മൾ നേരെ ഡേറ്റിലേക്ക് മാറ്റിയിടുക. ഇവിടെ റിക്വയർഡ് ആണോ കിടക്കണേ എന്ന് നമ്മൾ നോക്കുക. ഇപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഡീറ്റെയിലിൽ എന്ത് ചെയ്യാൻ, നിർബന്ധമായിട്ടും ഫില്ല് ചെയ്താൽ മാത്രമാണ് കുട്ടികൾക്ക് സബ്മിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ചോദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പൊ ചില ചോദ്യങ്ങൾ ഉണ്ടാവും, ആദ്യം ക്വസ്റ്റ്യൻ കൊടുക്കും, പിന്നെ അതിന് സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു എസ്, ഒരു കുറച്ച് പാരഗ്രാഫ് കൊടുക്കും, ആ പാരഗ്രാഫിന്റെ സബായിട്ട് ക്വസ്റ്റ്യൻ കൊടുക്കലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് മാത്സില് ഒരു ചെറിയ ഉദാഹരണം പറയാം. നെയിം ദ ഫോളോയിങ് ഇൻ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. എന്നിട്ട് അതിന്റെ കീഴിൽ 2 ചോദ്യം കൊടുത്തിരിക്കുകയാണ്. ഈ 2 നമ്പറിന്റെയും ഇന്ത്യൻ സിസ്റ്റം എഴുതാൻ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്, അത് 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ 1 എഴുതി സ്പേസ് ഇട്ടു. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാണ്. Name the following in Indian system എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി. ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സബ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഞാനിവിടെ ആഡ് ക്വസ്റ്റ്യൻ ആണ് അടിക്കുന്നത്. ഓക്കെ, ആഡ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ സബ് ക്വസ്റ്റ്യൻ 1, സബ് ക്വസ്റ്റ്യൻ 1, 752 എന്ന് പറയുന്ന ഈ സബ് ക്വസ്റ്റ്യനിൽ ഇതെങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ എഴുതുക എന്നതാണ് ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പൊ നമുക്ക് ഇത് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ആയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഇഷ്ടത്തിന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പാരഗ്രാഫ് ആണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടത്തിന് എഴുതാൻ പറ്റും. ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ഇച്ചിരി എന്ത് ചെയ്യും, ബുദ്ധിമുട്ടാവും. കാരണം അത് വായിച്ചിട്ട് നമുക്കൊരു പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു ആൻസർ കീ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ
അങ്ങനെ നമ്മൾ സബ് ക്വസ്റ്റ്യൻ കൊടുത്തു. സബ് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്യുകയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്ന സബ് ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ് നമ്മൾ. അതിന്റെ ആൻസർ ഇന്ന സിസ്റ്റത്തിൽ അതിന്റെ വേർഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് 756 എന്ന ഒരു ആൻസർ കൊടുത്തു. ബാക്കി നമ്മൾ ഓപ്ഷന് നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഓപ്ഷൻ കൊടുക്കാം. ആഡ് ഓപ്ഷൻ അതിന് അടിച്ചിന് നമുക്ക് അതിന് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ജസ്റ്റ് ഓരോ ഓപ്ഷനുകൾ നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ റിക്വയർഡ് എന്ന് പറയുന്നത് ഓഫ് ആക്കി ഇടുക. റിക്വയർഡ് എന്ന് പറയുന്നത് ഓഫ് ആക്കി ഇട്ട് കഴിയുമ്പം നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. നമ്മൾ ഇതിന്റെ ആൻസർ കീം സെറ്റ് ചെയ്യാന്ന്. ഇവിടെ ആൻസർ കീ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആൻസർ കീ നമ്മൾ അടിക്കുക. ജസ്റ്റ് നമുക്ക് എത്ര പോയിന്റ് ആണ് വേണ്ടത് ആ പോയിന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 1 പോയിന്റ് ആണ് കൊടുക്കുന്നത്. 1 പോയിന്റ് കൊടുത്ത് ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ് അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഡൺ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ഇതിനിടയ്ക്ക് വീഡിയോ കട്ടായി പോയതാണ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ഇനി ഇത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ പ്രീവ്യൂ എന്ന് പറയുന്ന ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ആ പ്രീവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഫോം എങ്ങനെയാണ് കുട്ടികൾക്ക് കാണുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും കുട്ടികൾക്ക് ഈ ഗൂഗിൾ ഫോം കിട്ടുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഫില്ല് ചെയ്ത് ചെയ്യാം. ക്ലാസ് 5 കൊടുത്തു. വാട്സപ്പ് നമ്പർ കുട്ടികൾ അവർക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു. ഇന്നത്തെ ഡേറ്റ് ഇടുന്നു. ഇവിടെ ആൻസർ ഫസ്റ്റത്തെ ആൻസർ കറക്റ്റ് ചെയ്തു എഴുതി. സെക്കൻഡ് ആൻസർ ശരിയായി എഴുതി. തേർഡ് ആൻസർ എഴുതി. ഇവിടെ സെൻഡ് മീ എ കോപ്പി എന്ന സാധനം കുട്ടികൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, നേരെ ഡയറക്റ്റ് ആയിട്ട് മെയിലിലേക്ക് അവർ ചെയ്ത റെസ്പോണ്ട് പോകും. അപ്പോൾ ഓൺ ആക്കി ഇടുന്നു, സബ്മിറ്റ് അടിക്കുന്നു. ഓക്കെ, കുട്ടികൾക്ക് ഇപ്പം എന്ത് ചെയ്യാം, വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ് അടിച്ച കുട്ടികൾക്ക് സ്കോർ കാണാൻ പറ്റും. വ്യൂ സ്കോർ 1/3. ഞാൻ എഴുതിയിരിക്കുന്ന 2 ആൻസറുകൾ തെറ്റാണ്. അടക്കം കുട്ടികൾക്ക് കാണാൻ പറ്റും. അപ്പം എൻ്റെ ഓർമ്മ അതാണ് ശരിയുള്ളൂ. നമ്മൾ ഇനി ഇത് ടാബുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അടുത്ത് നോക്കുന്നത്. നമ്മൾ നമ്മുടെ ആദ്യത്തെ ഗൂഗിൾ ഫോമിന്റെ മെയിൻ പേജിലേക്ക് പോവാം. ഇവിടെ റെസ്പോൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ എഴുതിയതുകൊണ്ടാണ്, ഞാൻ ഒരാൾ എഴുതിയതുകൊണ്ടാണ് ഇവിടെ റെസ്പോണ്ട് 1 എന്ന് നിൽക്കുന്നത്. ഇത് കുട്ടികൾ കുറെ 50 കുട്ടികൾ 60 കുട്ടികളൊക്കെ എഴുതുന്ന സമയത്ത് അവിടെ റെസ്പോണ്ട് അത്രയും റെസ്പോണ്ടുകൾ അവിടെ കാണിക്കും. നമ്മൾ ജസ്റ്റ് റെസ്പോണ്ട് ഓപ്പൺ ആക്കുക. ഇവിടെ കാണാം badushah031@gmail.com എന്ന് പറഞ്ഞ പേരിൽ എഴുതിക്കുന്ന കുട്ടിക്ക് 1 മാർക്കുള്ളൂ. ടോട്ടൽ 3 മാർക്കാണ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സ്കോർ 1 മാർക്കുള്ളൂ. 3 മാർക്കിൽ 1 മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നമുക്ക് കിട്ടും. ഒറ്റയടിക്കാൻ നമ്മൾ വാല്യൂ ഒന്നും ചെയ്തില്ല, ഗൂഗിൾ തന്നെ വാല്യൂ ചെയ്തിട്ട് നമുക്ക് പോയിന്റ് തന്നു. നമ്മൾ ഈ സ്കോർ റിലീസ് ചെയ്യുക. സ്കോർ റിലീസ് നോക്കി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ സ്കോറൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് അവരുടെ മെയിലിലേക്ക് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ റെസ്പോണ്ട്, 60 കുട്ടികളുണ്ടെങ്കിൽ 60 കുട്ടികൾ നമ്മൾ ടിക്ക് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓൾ റെസ്പോണ്ട് എന്നുള്ള ടിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അവർക്ക് ഒരു മെസ്സേജും കൊടുക്കാം. ഇപ്പം ഇതാണ് കീപ് ഗുഡ് എന്നെഴുതി സെൻഡ് കൊടുത്തു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൽ റിസീവ് ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ ടാബുലേഷൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ ക്രിയേറ്റ് വർക്ക്സ് എന്താണ് വ്യൂ റെസ്പോൺസ് ഇൻ ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഏതൊക്കെ കുട്ടികൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഞാൻ ആദ്യം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആണ് അവിടെ കാണുന്നത്. ഇതാണല്ലോ, കുഴപ്പമില്ല.
അത് ആ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത രണ്ട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനൊരു ഡാറ്റ ആയിരിക്കും അവിടെ കിട്ടുക. ഇപ്പൊ ചെയ്തതിന്റെ റിസൾട്ട് ആണ് 1/3. ആദ്യം ചെയ്തതിന്റെയാണ് 1/2 വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ടാബുലേഷൻ ആക്കാൻ ചെയ്യുന്നത് ഇത് അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ഓർഡറിലാണോ നമുക്ക് വേണ്ടത്. ഇപ്പൊ സ്വാഭാവിക റോൾ നമ്പർ ആകുമ്പോൾ A to Z മോഡലായിരിക്കും. അതിന് നമ്മൾ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. നെയിം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യുള്ളൂ A to Z ഫോമിലേക്ക്. അപ്പോൾ നമ്മൾ ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ സോർട്ട് ഷീറ്റ് A to Z എന്ന് പറയുന്ന പേജിലേക്ക് നമ്മൾ പോകുന്നു. A to Z ആയി കഴിഞ്ഞാൽ നമ്മുടെ കുറെ കുട്ടികളോളം അതിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ചേഞ്ച് വരും. നമ്മൾ ഇനി ഇതെങ്ങനെയാണ് ടാബുലേഷൻ ആക്കി നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നത് നോക്കിയാൽ ഫയലിൽ ചെല്ലുക, ഡൗൺലോഡ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ അടിക്കുക, സ്പ്രെഡ്ഷീറ്റ് അടിക്കുക, സ്പ്രെഡ്ഷീറ്റ് പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇതായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതിൽ നമ്മൾക്ക് ഒരു വർക്കിംഗ് സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ സ്കൂളിന്റെ പേര് ആഡ് ചെയ്യാം. അതിന് ഇപ്പൊ 2 സെല്ല് സെലക്ട് ചെയ്യണം. ഇപ്പൊ നമ്മളിവിടെ സ്കൂളിന്റെ പേര് ഇത്ര വലിയ പേര് എഴുതി അടുത്ത് പോയി എഴുതുമ്പം ഇത്രയും ഭാഗം കാണാൻ പറ്റാതെ പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സെല്ല് മെർജ് ചെയ്യാണ്. ഈ 2 സെല്ല് നമ്മൾ സെലക്ട് ചെയ്തിട്ട് മെർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ആ മെർജ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ സ്കൂളിന്റെ പേര് അടിക്കാം. ഈ സ്കൂൾ ഇത് നമുക്ക് സെന്റർ അലൈൻമെന്റ് ആക്കാൻ ഇവിടെ അലൈൻമെന്റ് ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെന്റർ ആക്കി ഇടാം. ഓക്കെ, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ജസ്റ്റ് കൊടുക്കാം. അത് നമ്മൾ സെല് സെലക്ട് ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു. റിസൾട്ട് എക്സാം ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് സെന്റർ അലൈൻമെന്റ് ആക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റത്തെ വർക്ക്ഷീറ്റിൽ നിന്ന് കുട്ടികളുടെ പേര് നമുക്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളുടെ സ്കോർ ഇവിടുന്ന് കോപ്പി ചെയ്യും. നമ്മുടെ പുതിയ വർക്ക്ഷീറ്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഫൈസലിന്റെ SA കഴിഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് നിന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ കാണാൻ പറ്റും, വിസിബിൾ ആവും. ഇത്രയാണ് സ്പ്രെഡ്ഷീറ്റ് ഒറ്റയടിക്ക് ടാബുലേഷൻ ചെയ്യുന്നതിലേക്ക് വരിക. ഇനി ഇത് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെക്കാം. ഫയലിൽ ചെല്ലുക, ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, PDF ഡോക്യുമെന്റ് അത് നമ്മൾ കൊടുക്കുക. എന്നിട്ട് അതിന്റെ പോർട്രേറ്റ് വെർഷനിലേക്ക് അത് ചേഞ്ച് ചെയ്യുക. കാരണം അതാണ് A4 വെർഷൻ. അതിലേക്ക് നമുക്ക് ടൈം വേണമെങ്കിൽ ടൈം സെറ്റ് ചെയ്യാം, ഡേറ്റ് വേണമെങ്കിൽ ഡേറ്റ് സെറ്റ് ചെയ്യാം. ഡേറ്റ് സെറ്റ് ചെയ്യാണ്, കറണ്ട് ഡേറ്റ്. ഓക്കെ, ഡേറ്റ് സെറ്റ് ചെയ്തു. ഇനി ഒന്നുമില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, ഫിറ്റ് ടു വിഡ്ത്ത് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഫിറ്റ് ടു പേജ് ആക്കുക. കാരണം 60 കുട്ടികളുടെ ഒക്കെ 2-3 പേജിൽ വരാതെ ഒറ്റ പേജിൽ നമുക്ക് കിട്ടും. അതിന് എക്സ്പോർട്ട് അടിക്കുന്നു. എക്സ്പോർട്ട് അടിക്കുമ്പോൾ ഇവിടെ ഡൗൺലോഡ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും. നമ്മുടെ മാർക്ക് ഷീറ്റിന്റെ റിസൾട്ട്, ആ കുട്ടികളുടെ എക്സാമിന്റെ റിസൾട്ട് നമുക്ക് PDF ആയിട്ട് കാണാൻ പറ്റും. ഇത് എവിടെ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈ കമ്പ്യൂട്ടറിൽ ചെല്ലുക, അതിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ കാണാൻ പറ്റും നമുക്ക് ആ കുട്ടിയുടെ റിസൾട്ട്. അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് 1. ഇതാണ് കുട്ടികളുടെ റിസൾട്ട്. ഇത് നമ്മൾ ജസ്റ്റ് വാട്സപ്പിലേക്ക് മൂവ് ചെയ്ത് ദെൻ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം. ഇതാണ് ഓൺലൈൻ എക്സാമുമായിട്ട് ഗൂഗിൾ ഫോം എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതിന്റെ ഡെമോ. ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും കുട്ടികൾക്ക് അയച്ചു കൊടുക്കേണ്ടത് നമ്മൾ പ്രിവ്യൂ ചെയ്യുന്ന ഈ ലിങ്കാണ് കുട്ടികൾക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഈ ലിങ്കിൽ നമ്മളെപ്പോൾ കയറിയാലും ഈ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. കുട്ടികൾക്ക് ഈ ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. കുട്ടികൾക്ക് നേരെ പോകുന്നത് ഇങ്ങനൊരു പേജിലേക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, വിശദമായിട്ട് പറയാം. മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.